ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വറുത്തരച്ച രുചിയിലുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തലേ ദിവസം രാത്രി കുതിർത്തി വെച്ചിട്ടുള്ള കടലയാണ്. ഇത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും, തക്കാളി, ഒരു ഗ്രാമ്പു, ഏലക്കായ, ഒരു ചെറിയ പീസ് പട്ട, ഇതെല്ലാം ചതച്ചത്. അതിന് പകരം ഗരം മസാല ഇട്ട് കൊടുത്താലും മതി. ഉപ്പ്, ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 8 വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. 7-8 വിസിൽ മതിയായിരിക്കും. കടല ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കാം. തേങ്ങാക്കൊത്ത് കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. തേങ്ങാക്കൊത്ത് ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറവിടാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില, അതിലേക്ക് ഞാൻ ആവശ്യത്തിന് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2.5 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി കൂടൊന്നുമില്ല കേട്ടോ കറിയിൽ. കറിയുടെ കട്ടിക്കനുസരിച്ച് നമുക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതെല്ലാം ഒന്ന് വെളിച്ചെണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിലുള്ള കടലക്കറി ഇവിടെ റെഡിയായി. ഇനി നമുക്കത് പുട്ടിൻ്റെ കൂടെ കഴിക്കാം. നല്ല ആവി പറക്കുന്ന പുട്ടും അതിലേക്ക് കുറച്ച് കടലക്കറിയും ഒരു പപ്പടവും കൂട്ടിക്കൊഴിച്ചുള്ള ആ ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊരു ഒന്നൊന്നര ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരേക്കും ബായ്.